ജയ കുഞ്ചാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി ജയ യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീരവനചാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധേ ജയ രാധേ ജയ രാധേ ജയ ശ്രീരാധേ ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ ശില പ്രഭുപാദ് ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ശ്രീ ഗുരുദേവ് നിതായ് ഗൗര ഹരി ബോൾ ഹരി ബോൾ നിതായ് ഗൗര ഹരി ബോൾ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്, ശ്രീ നിതായ് ഗൗര പ്രേമാനന്ദേ ഹരി ഹരി ബോൾ, ശ്രീ ചൈതന്യ മഹാപ്രഭു കി ജയ്. എല്ലാ വൈഷ്ണവരുടെയും പാദ നമസ്കാരം ചെയ്തുകൊണ്ട്, ശിക്ഷാഗുരുവിന്റെയും ദീക്ഷാഗുരുവിന്റെയും പാദ നമസ്കാരം ചെയ്തുകൊണ്ട് ക്ലാസ്സിലേക്ക് നമുക്ക് വരാം. ഹരേ കൃഷ്ണ. ശ്രീമദ് ജലന്ധരദാസ് ശ്രീമദ് ഭാഗവതം കി ജയ്. ഇന്ന് നമ്മള് ഭാഗവതത്തിൽ നോക്കാൻ പോണ ശ്ലോകം ഒന്നാമത്തെ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകമാണ്. നമുക്ക് ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ. സ ഏവേദം സസർജാഗ്രേ ഭഗവാൻ ആത്മമായയാ സദസദ്രൂപയാ ചാസോ ഗുണമയ്യാ ഗുണോ വിഭുഃ. സ ഏവേദം സസർജാഗ്രേ ഭഗവാൻ ആത്മമായയാ സദസദ്രൂപയാ ചാസോ ഗുണമയ്യാ ഗുണോ വിഭു. ഹരേ കൃഷ്ണ. അർത്ഥം പറയുന്നു. സ അത്, ഏവ നിശ്ചയമായും, ഇതം ഈ, സസർജ സൃഷ്ടിച്ചു, അഗ്രേ മുൻപ്, ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ, ആത്മമായയ സ്വശക്തിയാൽ, സത് കാരണം, അസത് അനന്തരഫലം, രൂപയ രൂപങ്ങളാൽ, ച അസൗ അതേ ഭഗവാൻ, ഗുണമയ ഭൗതിക പ്രകൃതി ഗുണങ്ങളാൽ, അഗുണഃ സർവാതിശായിയായ അതീന്ദ്രിയമായ, വിഭുഃ പരമാത്മാവ് ഭഗവാൻ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭൗതിക സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ വാസുദേവൻ അദ്ദേഹത്തിന്റെ സർവാതിശായിയായ ആന്തരിക ശക്തിയാൽ കാര്യകാരണ ശക്തികളെ സൃഷ്ടിച്ചു. ഭാവാർത്ഥം. ഭൗതിക പ്രപഞ്ച സൃഷ്ടിക്ക് ആവശ്യമായ കാരണഭൂതവും ബലദായകവുമായ ശക്തികൾ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെടുകയാൽ ഭഗവാന്റെ സ്ഥാനം സദാ അതീന്ദ്രിയമാണ്. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾ ഏശാത്തവനാണ് ഭഗവാൻ. ഭഗവാന്റെ അസ്തിത്വം, രൂപം, പ്രവൃത്തികൾ, പരിച്ഛദങ്ങൾ എന്നിവയെല്ലാം ഭൗതിക സൃഷ്ടിക്ക് മുമ്പ് നിലനിന്നിരുന്നവയാണ്. മായാവാദ സിദ്ധാന്ത ഉപജ്ഞാതാവായ ശ്രീപാദ ശങ്കരാചാര്യർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ അതീന്ദ്രിയ പദവിയെ അദ്ദേഹത്തിന്റെ ഭഗവത്ഗീത വ്യാഖ്യാനത്തിൽ അംഗീകരിക്കുന്നു. ഭഗവാൻ സർവാത്മ സമ്പൂർണനാണ്. ഭഗവാന്റെ ആത്മീയ ഗുണങ്ങൾ തികച്ചും വ്യത്യസ്തങ്ങളായ ഭൗതിക ലോക ഗുണങ്ങളുമായി യാതൊരു ബന്ധമോ ഇടപാടോ ഇല്ല. ഹരേ കൃഷ്ണ. നാരായണൻ നമസ്കൃത്യ നരം ചൈവ നരോത്തമൻ ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകിം
മൂകം കരോതി വാചാലം പങ്കല്ലങ്കേതേ ഗിരിമത് കൃപാതമഹം വന്ദേ ശ്രീ ഗുരും ദീനതാരണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാൻ എങ്ങനെയാണ് ഇതെല്ലാം സൃഷ്ടിച്ചു, എങ്ങനെയാണെന്നല്ല, ഭഗവാൻ സൃഷ്ടിച്ചു. അപ്പൊ നമ്മളിപ്പോ ഇവിടെ വരെ പഠിച്ചുകൊണ്ട് വരുന്നത് ഭഗവാന്റെ ദിവ്യത്വവും ദിവ്യ സേവനവും. അപ്പൊ ഭഗവാൻ എന്താണ്, ഭഗവാന് നമ്മൾ എന്താണ് ചെയ്യേണ്ട സേവനം എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി. പിന്നെ കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞു വാസുദേവനാണ് പരമമായിട്ടുള്ള സത്യം. അപ്പോ വാസുദേവന് വേണ്ടിയിട്ടാണ് നമ്മള് യജ്ഞങ്ങളും വേദങ്ങളും എല്ലാം അവസാനം വാസുദേവനില്. വേദേഷു സർവേ അഹമേവ വേദോ വേദാന്തകൃത് വേദ വിദേവചാഹം. എല്ലാത്തിന്റെയും ഉറവിടവും എല്ലാം എത്തിച്ചേരേണ്ടതും ഭഗവാൻ വാസുദേവനിലാണ്, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനിലാണ്. അപ്പൊ ഇവിടെ നമുക്ക് വിവർത്തനത്തിൽ പറയുന്നു ഭൗതിക സൃഷ്ടിയുടെ ആരംഭത്തിൽ. അപ്പൊ ആരംഭത്തിൽ എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഭഗവാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ഭൗതിക സൃഷ്ടി തന്നെ ഭഗവാന്റെ ആത്മമായയാ. ഭഗവാൻ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് ഭഗവാന്റെ സ്വന്തം ആത്മമായയിൽ കൂടിയാണ് ഭഗവാൻ ഇത് സൃഷ്ടിക്കുന്നത്. അപ്പൊ ആത്മമായയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് തരത്തിലുള്ള മായയുണ്ട് അല്ലെ. ഭൗതികമായിട്ടുള്ള ഇതുണ്ട്, ആന്തരികമായിട്ടുള്ളത്. നമ്മൾ കേട്ടിട്ടുള്ളതാണ് ബഹിരംഗ ശക്തി, അന്തരംഗ ശക്തി എന്നൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ ഭഗവാന്റെ ഭൗതിക ശക്തിയിൽ എങ്ങനെയാണ് ഭഗവാൻ ഈ സൃഷ്ടി, ഭഗവാന്റെ ആത്മമായയാണ് എല്ലാം, ഇതെല്ലാം ഭഗവാന്റെ മായ തന്നെയാണ്. എന്നാൽ ഈ ഭൗതിക സൃഷ്ടി എന്ന് പറയുന്നത് നശിക്കുന്നതാണ് അല്ലെ, ശാശ്വതമല്ല. അപ്പോ ഭഗവാൻ ഈ സൃഷ്ടി ചെയ്യുമ്പോഴും ഭഗവാൻ അതേപോലെ ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. എല്ലാം പൂർണ്ണമായി തന്നെ ഭഗവാൻ അവിടെ നിൽക്കുകയാണ്. എല്ലാ സൃഷ്ടികളും നടത്തുമ്പോഴും ഭഗവാനിൽ യാതൊരു കുറവും ഉണ്ടാവണില്ല. ഏതൊക്കെ തരത്തിലും നമ്മൾ ഭഗവാനെ ആസ്വദിക്കുമ്പോഴും ഭഗവാൻ പരിപൂർണനാണ്, എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നവനാണ് അല്ലെ, വാസുദേവനാണ്. എല്ലാവരിലും എല്ലാ ഇതിലും നിറഞ്ഞു നിൽക്കുന്നതാണ് ഭഗവാൻ. അപ്പോ അങ്ങനെയുള്ള ആ ഭഗവാൻ സ്വന്തം ആന്തരിക ശക്തിയിലെ കാര്യകാരണ ശക്തികളെ സൃഷ്ടിച്ചു. അപ്പോ ഇവിടെ ഭഗവാൻ പറയുന്നത് ഇവിടെ അസത്തും സത്തും അങ്ങനെ പറയുന്നുണ്ട്. അതായത് സദ് അസത് രൂപയാ. അപ്പൊ എല്ലാ തരത്തിലുള്ള സൃഷ്ടികളും സത്തായിട്ടായാലും അസത്ത്. അപ്പൊ സത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ശാശ്വതമാണ്, അത് ജീവാത്മാക്കളെല്ലാം സത്താണ് അല്ലെ. ജീവാത്മാക്കളൊന്നും ഒരിക്കലും നശിക്കണില്ല. എന്നാൽ ഭൗതിക പ്രകൃതിയിലുള്ള എല്ലാം നശിക്കുന്നുണ്ടെങ്കിലും അതും സത്യം തന്നെയാണെന്നാണ് പ്രഭുപാദം നമുക്ക് പറഞ്ഞേ. ജഗത് മിഥ്യയല്ല, ജഗത് സത്യം തന്നെയാണ്. കാരണം എന്താണ്, അതും ഭഗവാന്റെ തന്നെ സൃഷ്ടിയാണ്. ഭഗവാന്റെ ആന്തരിക ശക്തിയിൽ നിന്ന് വന്നിട്ടുള്ള ആ സൃഷ്ടി ഒരിക്കലും ഇല്ലാത്തതല്ല, അത് ഉള്ളത് തന്നെയാണ്. എന്നാൽ അത് ശാശ്വതമല്ല, അത്രയേ ഉള്ളൂ. ശാശ്വതമല്ലാത്ത ആ സത്യത്തിനെയും നമ്മൾ അംഗീകരിക്കണം. അപ്പോ അങ്ങനെ ഭഗവാൻ ഇവിടെ ആത്മമായയിൽ കൂടെ ഈ ഭൗതിക സൃഷ്ടിയെ, ഭൗതിക പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുകയാണ്. ഭഗവാൻ നമുക്ക് പല തരത്തിലും ഭഗവത്ഗീതയിൽ കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് എല്ലാത്തിൻ്റെയും മത്തപരതരം നാസ്തി കിഞ്ചിദസ്തി ധനഞ്ജയ മൈ സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ. ഒരു മാലയിൽ എങ്ങനെയാണോ ഒരു ചരട് നിൽക്കുന്നത്, അത് ചരടിനെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. ആ മാലയിൽ തിക്കായിട്ടാണ് നമ്മൾ മുത്ത് കോർക്കുള്ളൂ. കാരണം നമുക്കറിയാം ആ മാലയിൽ ഭംഗിയായിട്ട് മാല ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ ചരട് നമ്മൾ കാണുമ്പോൾ നമുക്കത് ഭംഗി കുറവ് പോലെയാ തോന്നണേ. പക്ഷെ ആ ചരടാണ് ആ മാലയെ പിടിച്ചു നിർത്തുന്നത്. ആ ചരട് പൊട്ടിയാൽ ആ മുത്തുകൾ മുഴുവൻ എല്ലായിടത്തേക്കും തെറിച്ചു പോകും. അതേപോലെ തന്നെ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും വ്യാപിച്ചിങ്ങനെ കിടക്കുകയാണ് ഭഗവാൻ. ഭഗവാൻ 9ാമത്തെ അധ്യായത്തിലും പറയുന്നുണ്ട് മയാ തഥമിതം സർവം ജഗത് അവ്യക്തമൂർത്തിന. അപ്പൊ അവ്യക്തനായിട്ട് ഭഗവാൻ നിൽക്കുകയാണ്. ആ അവ്യക്തനിൽ നിന്നാണ്, എന്നാൽ ഭഗവാൻ രൂപമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഭൗതിക പ്രപഞ്ച സൃഷ്ടിക്ക് ആവശ്യമായ കാരണഭൂതവും ഫലദായകവുമായ ശക്തികൾ ഭഗവാനാൽ. അപ്പൊ ഭഗവാനാൽ എന്ന് പറയുമ്പോൾ അത് അവിടെ ഒരു വ്യക്തിയാണ്. അപ്പൊ വ്യക്തി
അല്ല അരൂപനാണ് എന്ന് പറയുമ്പോൾ ഒരു വെളിച്ചം. ഇപ്പൊ എല്ലാവരും പറയണത് ഭഗവാൻ എന്ന് പറയണത് വ്യക്തിയല്ല, അത് നമ്മളുടെ സങ്കല്പമാണ്, ശരിയല്ല എന്നാണ് മായാവാദ സിദ്ധാന്തം. മായാവാദ സിദ്ധാന്തത്തിൽ ഭഗവാൻ ഒരു വെളിച്ചം മാത്രമാണ്. ഒരു വെളിച്ചമാണെങ്കിൽ എങ്ങനെയാ ഈ വെളിച്ചം ചിന്തിക്കുന്നത്? എങ്ങനെയാ വെളിച്ചത്തിന് ചിന്തിച്ച് ഓരോന്ന് ചെയ്യാൻ പറ്റുക? വെളിച്ചത്തിന് ശക്തി തരാനല്ലേ പറ്റുള്ളൂ. ഇപ്പൊ സൂര്യനുണ്ട്, സൂര്യനിൽ നിന്ന് നമുക്ക് ശക്തി കിട്ടേണ്ട, ചൂട് കിട്ടുന്നുണ്ട്. പക്ഷേ സൂര്യൻ ആണോ സൃഷ്ടിക്കണേ എന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് വെളിച്ചവും ഊർജവും പകർന്നു കൊടുക്കുന്നു. ഓരോ സസ്യലതാദികളിലും ആ സൂര്യപ്രകാശം ചേർന്ന് ക്ലോറോഫില്ല അതിന്റെ കൂടെ ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? നമുക്ക് വേണ്ട ആഹാരങ്ങൾ, അത് സസ്യങ്ങൾക്ക് വേണ്ട ആഹാരം അവർ ഉത്പാദിപ്പിക്കുന്നു, അത് നമ്മൾ ഉപയോഗിക്കുന്നു. അത് നമുക്ക് ഭഗവാൻ പെർമിഷൻ തന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെ ചെയ്യണ പോലെ ഭഗവാൻ ഒരു ശക്തിയായിട്ടല്ല, ഒരു ശക്തി മീൻസ് സർവശക്തിമാനായ ഭഗവാൻ ഒരു രൂപമുള്ള ആളാണ്. അപ്പോ ഭഗവാൻ അവ്യക്തനല്ല, വ്യക്തനായിട്ട് തന്നെ വ്യക്തിരൂപത്തിൽ തന്നെ നിന്നിട്ട് ഭഗവാനാൽ സൃഷ്ടിക്കപ്പെടുകയാൽ, അപ്പോ ഈ കണ്ട എല്ലാ നല്ലതുമായതും ചീത്തതുമായതും എല്ലാം ഭഗവാനാണ് സൃഷ്ടിച്ചേക്കുന്നത്. ഭഗവാൻ വിഭുവാണ്, നമ്മളെല്ലാം അണുവാണ്. അപ്പോ ഭഗവാൻ ഇങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നാരായണോപനിഷത്തിൽ പറയുന്നുണ്ട്, നാരായണ ബ്രഹ്മ ജായതേ, നാരായണ വിഷ്ണു ജായതേ, അല്ല ശിവൻ ജായതേ, അപ്പൊ പ്രജാപതി ജായതേ. അപ്പൊ എല്ലാം നാരായണനിൽ നിന്ന് വരുന്നു, നാരായണനിൽ നിന്ന് വരുന്നു എന്ന് നാരായണ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പം നാരായണനാണ് എല്ലാത്തിൻ്റെയും ഉറവിടം എന്നാണ് നമ്മൾ ഉപനിഷത്തിൽ കൂടെ പഠിക്കുന്നത്. അതേപോലെ തന്നെ ഉപനിഷത്തിൽ കൂടെ പഠിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ശ്വേതാശ്വരോപനിഷത്തിൽ പറയുന്നുണ്ട്, വേദാഹ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. വേദാഹമേദം പുരുഷം മഹാന്തം ആദിത്യവർണം തമസപരസ്താ തമേവ വിദ്വാൻ അതിമൃത്യുമേതി നാന്യപന്ഥ വിദ്യതേയനായ യസ്മാത് പരം നാപരം അസ്തി കിഞ്ചിത് യസ്മാൻരണീയോനോ ജായതേ അസ്തി കിഞ്ചിത് വൃക്ഷ ഇവ സ്തബ്ധോദിവി തിഷ്ഠത്യേക സ്തേനേദം പൂർണ്ണം പുരുഷേണ സർവം. അപ്പോ എങ്ങനെയാണോ ഒരു വൃക്ഷം അതിന്റെ വേരുകളെ എല്ലായിടത്തും വ്യാപിപ്പിക്കുന്നത്, അതുപോലെ തന്നെ അതിങ്ങനെ എന്താ പറയാ, ഈ ഒരു വൃക്ഷത്തിന്റെ വേരുകള്, ഇപ്പൊ ആൽമരം ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ അശ്വത്ഥ വൃക്ഷമാണ് എന്ന് വിഭൂതി യോഗത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അതിങ്ങനെ വേരുകൾ ഇങ്ങനെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ആ വേരുകൾ ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല, പക്ഷെ ആ വേര് എവിടെയോ ചെന്നിട്ട് അടുത്ത ഒരു വൃക്ഷം അതിൽ നിന്നുണ്ടാവുകയാണ്. അങ്ങനെയാണല്ലോ ആലിന്റെ ഇതുണ്ടാവുന്നത്. അതിന്റെ കായിൽ നിന്നുണ്ടാവും, ചിലതിന്റെ എല്ലാം വേരിൽ നിന്ന്. ഈ 2 തരം ആലുണ്ടല്ലോ, അപ്പൊ അതിന്റെ വേര് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അതിൽ നിന്ന് തന്നെ മരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത്രയും വ്യാപിച്ച് കിടക്കുന്നതാണ് ഭഗവാൻ. ഈ ഭൗതിക ബോധങ്ങൾക്ക് അതീതനാണ് പരമദിവ്യോത്തമമായ പുരുഷൻ. അപ്പൊ അവിടുന്ന് ഭഗവാന് മാത്രമേ ഭഗവാനെ പറ്റി അറിയുള്ളൂ. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് വേദങ്ങളെ അറിയുന്നതും വേദനങ്ങളെ നിങ്ങൾക്ക് തന്നതും ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ നമുക്ക് സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ എന്നുള്ളതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ ഈ എല്ലാത്തിനെയും അതിജീവിക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. നമ്മളെല്ലാവരും ഭഗവാന്റെ സേവകരാണ്. നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇന്നലെ ചൈതന്യ ചരിതാമൃതത്തിൽ നമ്മുടെ സ്വരൂപം എന്താണ്? നമ്മള് ഭഗവാന്റെ ദാസനാണ്. അപ്പൊ ഭഗവാന്റെ ദാസന്റെ സേവ എന്തായാലും ഇപ്പോഴും ദാസന്മാരെന്താ ചെയ്യുക? നമ്മളെ വീട്ടിലെ സർവൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു വിഭാഗങ്ങൾ എന്താ ചെയ്യുക? സേവിക്കുക. അപ്പൊ വീട്ടിൽ നിന്നല്ല, എവിടെയാണെങ്കിലും സർവൻസ് അല്ലെങ്കിൽ എന്താണ് പറയാ, സേവകര് എന്ന് പറയുന്നത് സേവിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും സേവകരാണ്. ആരുടെയാണ്? പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ സേവകരാണ്. അപ്പൊ ആ ഭഗവാന്റെ സേവകരായിട്ട് നമ്മളെ ഭഗവാൻ എടുത്തത് തന്നെ നമ്മുടെ മഹാഭാഗ്യാണ്. എത്രയോ ആളുകളുണ്ട് ഈ ലോകത്തല്ലേ, എത്ര പേർക്ക് ഭഗവാനെ പറ്റി അറിയാൻ പറ്റുന്നുണ്ട്? അഥവാ നമ്മളൊന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ, ഭഗവാനെ അതും പറഞ്ഞാൽ അതെന്താ മനുഷ്യാണോ സഹസ്രേഷു കശ്ചിതേതതി സിദ്ധയേ. അപ്പൊ എത്രയോ കോടി ജനങ്ങളില് ഒരാൾക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ. നമ്മളെ ശ്രീലപ്രഭുപാദയ്ക്ക് ജയ. കാരണം പ്രഭുപാദയുടെ ആ ഒരു കാരുണ്യം, ഭഗവാൻ പ്രഭുപാദയ്ക്ക് കൊടുത്ത ആ ശക്തി, പ്രഭുപാദയുടെ ഗുരുവിലുള്ള വിശ്വാസമാണ് നമുക്കിന്ന് ഇത്രയും ഭംഗിയായിട്ട് ഭഗവത്ഗീത ആയാലും ഭാഗവത ആയാലും അതിനെ എന്തെങ്കിലും കേൾക്കാനോ അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും ഒരു തരി മനസ്സിലാക്കാനോ ഉള്ള ഒരു അവസരം കിട്ടിയത്. അപ്പോ ഒരിക്കലും മനസ്സിലാക്കാൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഭഗവാനെ.
അപ്പൊ അങ്ങനെയുള്ള ആ അത്യുന്നതനായ പരമപുരുഷനെ ശ്രേഷ്ഠമായ മറ്റൊരു സത്യമില്ല. അതാണ് പറയുന്നത്. അതോ ശ്വേതാശ്വരോപനിഷത്തിൽ എടുത്ത് പറയുകയാണ്, ഭഗവാൻ അല്ലാണ്ട് വേറൊരു സത്യമില്ല. അണുവിനേക്കാൾ അണുവും ബൃഹത്തിനേക്കാൾ ബൃഹത്തുമാണ് അദ്ദേഹം. അപ്പൊ ഏറ്റവും ചെറുത് ഏതാന്ന് വെച്ചാൽ അതും ഭഗവാൻ തന്നെയാണ്, ഏറ്റവും വലുത് എന്താന്ന് വെച്ചാൽ അതും ഭഗവാൻ തന്നെയാണ്. അപ്പോ ഈ രണ്ടിന്റെ ഇടയ്ക്കുള്ളതോ അതും ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഇതിന് അവിടെ വ്യത്യാസം വരുന്നില്ല. എവിടെ നോക്കിയാലും എല്ലായിടത്തും ഭഗവാൻ തന്നെയാണുള്ളത്. അപ്പോഴാണ് പറഞ്ഞത്, ഒരു മഹാവൃക്ഷത്തിന്റെ വേരുകൾ എങ്ങനെയാണോ, നമ്മൾക്ക് അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് 15ാമത്തെ അധ്യായം ഭഗവത്ഗീതയില്, തലകുത്തനെയുള്ള വൃക്ഷം. അപ്പൊ അവിടെ എങ്ങനെയാണോ ഭഗവാൻ ഇങ്ങനെ വേരിങ്ങനെ ശാഖകൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ആ വൃക്ഷം, തല കീഴായിട്ടുള്ള പ്രതിഫലനാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പൊ ഈ പ്രതിഫലനത്തിൽ കൂടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഭഗവാൻ അവിടെ പൂർണ്ണ സന്തോഷത്തിലുള്ള ഒരു ധാമം, അർജുനൻ പറയുന്നുണ്ട്, ഭഗവാന്റെ ധാമം പരമം പവിത്രം. അങ്ങനെയുള്ള ആ ധാമത്തിലേക്ക് പോവാനായിട്ടുള്ള ഓരോ പടികളാണ് നമ്മൾ ഈ ഭാഗവത ശ്രവണമായാലും ഭഗവാന്റെ നാമജപായാലും സത്സംഗമായാലും. അപ്പൊ ഈ എല്ലാത്തിലും കൂടെ, പിന്നെ അതുപോലെ നമ്മൾ ഭഗവാന്റെ സ്ഥലങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്തുന്നു. ഇതെല്ലാം എന്തിനുള്ളതാണ്? ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനെ ഭഗവാനെ മനസ്സിലാക്കിയപ്പോ എന്താ കിട്ടുക അല്ലെ? എല്ലാവരും ചോദിക്കുന്നുണ്ടാവും, ഭഗവാനെ എത്രയോ എന്താണ് പുറത്തൊക്കെ എന്തൊക്കെ തരം കാര്യങ്ങളെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാനുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് മാത്രം എന്താ? അപ്പൊ ഇവിടെയുള്ള ഈ ഭൗതിക ലോകം തന്നെ ശാശ്വതമല്ല, ഇവിടുത്തെ എൻജോയ്മെന്റ് ശാശ്വതമല്ല. പക്ഷെ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവരില് ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവണം. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതും ഒരു ഭക്തന്റെ കാരുണ്യം, ഭഗവാന്റെ കാരുണ്യമുള്ള ആ ഒരു ഭക്തനിൽ കൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനൊരു ഇതിൽ കേട്ടതാണ്, അതായത് ഇപ്പൊ നമ്മൾ ആസ്പത്രികൾ നിറയെ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം ആസ്പത്രി എന്തിനുള്ളതാണ്? രോഗം ചികിത്സിക്കാനുള്ളതാണ്. അപ്പോൾ ആ ആസ്പത്രി രോഗങ്ങൾക്ക് ചികിത്സിക്കാനുള്ളതാണെന്ന് പറയുമ്പോൾ അവിടെ പോണതാരാ? രോഗികൾ. അപ്പൊ രോഗികൾക്ക് മാത്രം പോയാൽ മതി. പക്ഷെ നമുക്കറിയാം അത് ഒരു ആസ്പത്രിയാണെന്നും അത് നമ്മുടെ അസുഖങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഭവസാഗരത്തിലുള്ള മാനസികമായിട്ട് ഭഗവാനെ മനസ്സിലാക്കാത്തവരെല്ലാവരും രോഗികളാണ്. പക്ഷെ ആ രോഗികൾക്ക് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കേണ്ട ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയിട്ട് എനിക്ക് രോഗമുണ്ട്, എനിക്ക് എത്തേണ്ടത് ഭഗവാന്റെ അടുത്താന്നുള്ള ആ പൂർണ്ണ ബോധ്യമുള്ളവർ മാത്രമേ തിരിച്ചെന്നല്ല ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് ആ ഒരു ലഹരി, നമുക്ക് ആ ഒരു എന്താ പറയാ, അത് കേൾക്കുക, രാവിലെ ഭഗവാന്റെ ഭാഗവതം ശ്രവിക്കുക, അതുപോലെ തന്നെ ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോരോ കർമ്മങ്ങൾ ചെയ്യുക. ഇതെല്ലാം ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചാലൊന്നും സാധിക്കില്ല അല്ലെ? ഒരു ചെറിയ പുൽക്കൊടി പോലും അനക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള നമ്മൾക്ക് ഭഗവാന്റെ കാരുണ്യം ഇല്ലാണ്ട് പറയാനോ കേൾക്കാനോ ഒന്നും സാധിക്കില്ല. നമ്മളപ്പോ ആലോചിക്കേണ്ടത് നമ്മളൊക്കെ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഭഗവാൻ തന്നിട്ടുള്ള കണ്ണുകളും കാതുകളും ഒക്കെ ഭഗവാന്റെ സേവയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾ ശരിയായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ആത്മാക്കളാവണുള്ളൂ അല്ലെ? അപ്പോ അതുകൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയണു, നമ്മുടെ ആരാണ്, ശങ്കരാചാര്യര് മായാവാദിയാണ് അല്ലെ? മായാവാദിയാണ് ശങ്കരാചാര്യൻ എന്ന് പറഞ്ഞാൽ അതേ ശങ്കരാചാര്യര് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഗോവിന്ദനെ ഭജിക്കൂ മൂഢന്മാരെ. കാരണം ഭഗവാൻ മാത്രമേ ഉള്ളൂ നമ്മളെ ഇതിൽ നിന്ന് രക്ഷിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ശങ്കരാചാര്യര് ഗീതാ മഹാത്മ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഏകം ശാസ്ത്രം ദേവകി പുത്ര ഗീതം, ഏകോ ദേവാ ദേവകി പുത്ര ഏവ, ഏകോ മന്ത്ര തസ്യ നാമാനി യാനി, കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ശങ്കരാചാര്യര് പറഞ്ഞിരിക്കുന്നത് കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ആ ദേവനെ നമ്മള് സേവിക്കണം. ഏത് ദേവനെയാണ്? ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം. ഏത് ശാസ്ത്രമാണോ ദേവകി പുത്രനാൽ കിട്ടിയത്, ദേവകി പുത്രന്റെ വായിൽ നിന്ന് മധുരമായിട്ട് വീണ ആ വാണിയാണ് നമ്മുടെ ഭഗവത്ഗീത. അത് എങ്ങനെയാണോ വന്നത്, ആ ഏകോ ദേവ ദേവകി പുത്ര ഏക, ഒരേ ഒരു ദേവനേ ഉള്ളൂ. ആരാണത്? ദേവകിയുടെ പുത്രനായിട്ടുള്ള ആള്. ആരാ അത്? ദിവ്യോത്തമ പുരുഷനായ സാക്ഷാൽ
ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ത്രിഭംഗ രൂപത്തിലുള്ള ഭഗവാനാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. നമ്മൾക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ശങ്കരാചാര്യർ അത് എടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏകോ മന്ത്രസ്യ തസ്യ നാമാനി യാനി. വേദമന്ത്രം നമുക്ക് ചൊല്ലേണ്ടത് ഭഗവാന്റെ മന്ത്രം. അതിന് നമുക്ക് ചൈതന്യ മഹാപ്രഭു നമുക്ക് തന്നിട്ടുള്ള ആ ഒരു കരുണയാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ആ മഹാമന്ത്രം. അപ്പൊ ആ മഹാമന്ത്രം ചൊല്ലിയിട്ട് നമ്മൾ ഏത് കർമ്മങ്ങൾ ചെയ്താലും, എന്തൊക്കെ തന്നെ നമ്മൾ ചെയ്താലും അതെല്ലാം ഭഗവത് സേവനമായിട്ട് ചെയ്യണം. തസ്യ ദേവസ്യ സേവ. അപ്പൊ ആ ഭഗവാനെ സേവിക്കാനാണ് ശങ്കരാചാര്യരും പറഞ്ഞിട്ടുള്ളതെന്ന് ഇവിടെ നമുക്ക് പ്രഭുപാദ പറഞ്ഞു തരികയാണ്. മായാവാദ സിദ്ധാന്ത ഉപജ്ഞാതാവായ ശ്രീപാദ ശങ്കരാചാര്യർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ അതീന്ദ്രിയ പദവിയെ അദ്ദേഹത്തിന്റെ ഭഗവത്ഗീത വ്യാഖ്യാനത്തിൽ അംഗീകരിക്കുന്നു. അപ്പോ നമ്മളെ മായാവാദ സിദ്ധാന്തത്തിന്റെ എല്ലാത്തിന്റെയും ഇതാണ് ശങ്കരാചാര്യരെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നുണ്ടെങ്കിൽ അവരും ശരിക്കും ഭഗവാനെ മനസ്സിലാക്കാനാണ് വരേണ്ടത്. പക്ഷെ അവരാരും അതിനു വേണ്ടിയിട്ട് വരുന്നില്ല. ചൈതന്യ മഹാപ്രഭു നമുക്കറിയാം, മഹാപ്രഭുവിന്റെ കാരുണ്യത്താല് കാശിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഈ മായാവാദ സിദ്ധാന്തക്കാരെ മുഴുവനും അദ്ദേഹത്തിന് ഭഗവാന്റെ ഭക്തരാക്കാൻ സാധിച്ചു. അപ്പൊ അതേപോലെ തന്നെ അതിലും കരുണയുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും ഭഗവാൻ അങ്ങനെ, എന്ന് വെച്ചാൽ അവരാരും തെറ്റുകാരല്ല. കാരണം എന്താ വെച്ചാൽ അവരും ഭഗവാന്റെ ബ്രഹ്മജ്യോതിയെ തന്നെയാണ് ധ്യാനിക്കുന്നത്. പക്ഷെ അവർക്ക് വളരെ സമയമെടുക്കും ഭഗവാനിലേക്ക് എത്താനായിട്ട്. അപ്പൊ ഭഗവാൻ സർവാത്മ സമ്പൂർണനാണ്. ഭഗവാൻ പൂർണ്ണനാണ്. നേരത്തെ പറഞ്ഞ പോലെ ഭഗവാൻ എത്രയൊക്കെ ഭഗവാനിൽ നിന്ന് എന്തൊക്കെ ഇത് വന്നാലും ഭഗവാൻ എപ്പോഴും ഏകാംശേന സ്ഥിതോ ജഗത്. ഭഗവാൻ പറയേണ്ടത് ഞാൻ എന്റെ ഈ ജഗത്ത് എന്ന് പറയുന്നത്, ഈ കാണുന്ന ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് ഒരു അംശം മാത്രമാണ്. ഒരു ഭാഗം അല്ലെങ്കിൽ കാൽഭാഗം എന്നും കൂടെ ഭഗവാൻ പറയണില്ല. ഭഗവാൻ പറയുന്നത് ഒരു അംശം മാത്രമാണ്. ആ ചെറിയൊരു അംശം കൊണ്ട് നമ്മൾക്ക് പോലും കാണാൻ പറ്റാത്ത, നമ്മൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും വലുതാണ് ഈ ജഗത്ത് എന്ന് പറയുന്നത്. അത്രയും വലിയ ആ ബ്രഹ്മാണ്ടം, ഭഗവാൻ എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ അങ്ങനെ വരുന്നു. അതെല്ലാം ഭഗവാന്റെ ഒരു അംശത്തിൽ നിന്നാണെന്നാ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ഭഗവാനിൽ നിന്നെല്ലാം സമ്പൂർണമാണ്. ഇപ്പൊ സൂര്യപ്രകാശം, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ആ പ്രകാശം ഈ ലോകം മുഴുവനും വ്യാപിക്കുമ്പോഴും സൂര്യന്റെ പ്രകാശത്തിന് ഒരിക്കലും കുറവും വരണില്ല, മങ്ങലും ഏൽക്കണില്ല. കാർമേഘം കൊണ്ട് ചിലപ്പോൾ മറയ്ക്കുമ്പോഴും ഭഗവാൻ എപ്പോഴെങ്കിലും ആ കാർമേഘത്തിന്റെ ഇടയിലാണെങ്കിൽ നമുക്കറിയാം അവിടെയാണ് സൂര്യൻ. കാരണം ആ കാർമേഘത്തിൽ നിന്ന് പോലും ഒരു പ്രത്യേക ഒരു വെളിച്ചം നമുക്ക് കാണാൻ പറ്റും. നമ്മളെ മഴയില് ഇറങ്ങുമ്പോൾ അറിയാൻ പറ്റും ആ ഇന്ന ദിക്കിലാണ് സൂര്യൻ ഉള്ളത്. കാരണം ആ കാർമേഘം, മഴയെന്നല്ല, വെറുതെ കാർമേഘം മൂടിയിരിക്കും. കാരണം അത്രയും തിക്കായിട്ടുള്ള മേഘത്തിന്റെ അവിടെയും ചെറിയൊരു വെളിച്ചം പോലെ നമുക്ക് കാണാം. അത്രയും പവറാണ് സൂര്യന്. അതുപോലെ തന്നെ പവറാണ് ഭഗവാന്റെ. അതുപോലെ തന്നെ ഞാൻ പറയുന്നേ ഉള്ളൂ. നമ്മൾ അത്രയും ഭഗവാനിൽ നിന്നാണ് ഈ ശക്തി മുഴുവനും സൂര്യന് വരുന്നത്. അതിന്റെ എത്രയോ മടങ്ങാണ്. നമുക്കൊന്നും ആലോചിക്കാനേ പറ്റില്ല. നമുക്ക് ഒരിക്കലും കടലിന്റെ ആഴം എടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഭഗവാനെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അത് എത്രത്തോളം എത്തുന്നുള്ളതെന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ സമ്പൂർണനാണ്. ഭഗവാന്റെ ആത്മീയ ഗുണങ്ങൾ തികച്ചും വ്യത്യസ്തങ്ങളായ ഭൗതിക ലോക ഗുണങ്ങളുമായി യാതൊരു ബന്ധമോ ഇടപാടോ ഇല്ല. കാരണം നമുക്കറിയാം ഭഗവാൻ എല്ലാ ഗുണങ്ങൾക്കും അതീതനാണ്. ഭൗതിക ഗുണങ്ങളായ സത്വം, രജസ്, തമസ് ഇതിലൊന്നും ഭഗവാനില് വരുന്നില്ല. വാസുദേവ തത്വമാണ് ഭഗവാൻ. ആ വാസുദേവ തത്വം എന്ന് പറയുന്നത് നിർഗുണൻ, അതായത് ഗുണം ഇല്ലാത്തന്നല്ല, എല്ലാ ഗുണങ്ങളും വന്നിട്ടുള്ളത് ഭഗവാനിൽ നിന്നാണ്. ആ ഭഗവാൻ എന്നാൽ എല്ലാ ഗുണങ്ങൾക്കും അതീതനാണ്. ഒരു 2 ദിവസം മുമ്പ് ജഗസാക്ഷി പ്രഭു പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ സ്ത്രീകൾ ഈ സാമുദ്രിക ശാസ്ത്രത്തിന്റെ ഇത് പ്രകാരം പുരുഷന്മാർക്ക് 40 തരത്തിലുള്ള ഭാവങ്ങൾ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് 300 ഭാവങ്ങൾ അത്രയല്ല. അത്രയും നമുക്കറിയാലേ സ്ത്രീകൾ പെട്ടെന്നുള്ള ആ ഒരു വ്യത്യാസങ്ങൾ. എന്നാൽ ഭഗവാന് 4000 ഭാവങ്ങളാണെന്ന്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല ഭഗവാനെ. അത്രയ്ക്കധികം എന്താ പറയാ വ്യത്യസ്തമായ ഭാവങ്ങളാണ് ഭഗവാനിലുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ നമ്മള് 3 ഗുണങ്ങളിൽ കൂടെ കൂട്ടാൻ പറ്റില്ല. കാരണം അതിനും അപ്പുറമാണ് ഭഗവാന്റെ ഗുണങ്ങള്. ആ ഗുണങ്ങളൊന്നും പറഞ്ഞു തീർക്കാൻ പോലും നമ്മളെ കൊണ്ടാവില്ല.
അപ്പോ അങ്ങനെ ഉള്ള ആ ഭഗവാനാണ് ഈ എല്ലാ സൃഷ്ടികളുടെയും, ഈ ജഗത്തിന്റെ സത്തും അസത്തുമായ എല്ലാ സൃഷ്ടികൾക്കും കാരണം. അതെങ്ങനെയാണ് ഭഗവാൻ അത് സൃഷ്ടിച്ചെന്ന് പറയുന്നത്? സ്വ ആത്മമായയാ, ഭഗവാന്റെ തന്നെ ആത്മമായയിൽ കൂടെ ഈ ഗുണങ്ങൾക്കെല്ലാം അതീതനായ ഭഗവാനാണ് എല്ലാ പ്രപഞ്ചത്തിനെയും സൃഷ്ടിച്ചത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഹരേ കൃഷ്ണ മാതാജി. എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, തെറ്റുണ്ടെങ്കിൽ അതും പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, വളരെ നല്ല ക്ലാസ്. നന്ദി മാതാജി, വളരെ സന്തോഷം. താങ്ക് യു മാതാജി. പെട്ടെന്ന് നിർത്തി കളഞ്ഞു തോന്നി. ഇനി ഒരു അരമണിക്കൂറോടെ എടുക്കാമായിരുന്നു. ഞാൻ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, വളരെ നല്ല ക്ലാസ് മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. സമയം നോക്കി എടുക്കണേ കൃഷ്ണ പ്രഭു, അപ്പൊ പെട്ടെന്ന് ആയില്ല എന്ന് പറഞ്ഞു. എന്നാലും ഹരേ കൃഷ്ണ, സോറി, അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. എന്തെങ്കിലും പറയാൻ പ്രഭുവിന് പറയാ. പ്രഭു മാതാജി ഹരേ കൃഷ്ണ. മാതാജി അവസാനം പറഞ്ഞല്ലോ, ജയസായി പ്രഭു പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ ഭാവങ്ങളെ കുറിച്ച്. അപ്പൊ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഭഗവാൻ, അത് ഒന്നുകൂടെ പറയാമോ മാതാജി? എത്ര ഭാവങ്ങൾ? അതായത് സാമുദ്രിക ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ലക്ഷണശാസ്ത്രം ഉണ്ടല്ലോ പ്രഭു. അതെ. അപ്പൊ ആ ശാസ്ത്രത്തിന്റെ ഇത് പ്രകാരം നമ്മള് ആണുങ്ങൾക്ക് 40 ഭാവങ്ങൾ അത്ര ഉള്ളത്, 40 തരത്തിലുള്ള എന്താ പറയാ രീതികളാണ് ഉള്ളതെന്ന്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചുള്ള സ്ത്രീകൾക്ക് 300 തരത്തിലുള്ള ഇതുണ്ടെന്ന്. അപ്പൊ സാമുദ്രിക ശാസ്ത്ര പ്രകാരം നമുക്കൊരു സ്ത്രീയുടെ ലക്ഷണങ്ങൾ പറയാൻ പറ്റും. അതൊക്കെ പ്രഭുവിന് അറിയാലോ. അവരുടെ നടപ്പ്, അവരുടെ നിപ്പ്, അവരുടെ നോട്ടം, ഇതിനൊക്കെ ഓരോരോ അർത്ഥങ്ങളുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് ആ സ്ത്രീ ഏത് കുലത്തിലാണ്, അല്ലെങ്കിൽ ആ സ്ത്രീ ഏത് വിഭാഗത്തില്, ഇത് ഞാൻ പറഞ്ഞ കേട്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഈ സാമുദ്രിക ശാസ്ത്രപ്രകാരം സ്ത്രീകളെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ സ്ത്രീകൾക്ക് തന്നെ 300 ഗുണങ്ങളുണ്ടെന്ന്. എന്നാൽ ഭഗവാന് 4000 ഗുണങ്ങളാണ് ഉള്ളതെന്ന്. അതപ്പോ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര ഇതല്ലേ, വ്യത്യാസം ഇതല്ലേ, ഭാവങ്ങളല്ലേ. ആ ലക്ഷണങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ജയസാക്ഷി പ്രഭു പറഞ്ഞത്. ഇവിടെ രഥോത്സവം ഉണ്ടായിരുന്നല്ലോ പ്രഭു, അന്ന് വന്നപ്പോ പറഞ്ഞു. സൂപ്പർ മാതാജി, വളരെ നല്ല നല്ല പുതിയ അറിവാണ്. നന്നായിരിക്കും. അതെ, അത് നമുക്ക് ഇപ്പൊ പ്രഭു ഇതേപോലെ നമ്മുടെ എന്താ പറയാ മുതിർന്ന പ്രഭുക്കന്മാരൊക്കെ പറയുന്നത്, അങ്ങനെ അത് കേട്ടപ്പോ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു, ഇത്രയും ഭഗവാന്റെ ഒരു ഇതെന്നല്ലോ. അതപ്പോ ഇവിടെ വന്നപ്പോ അറിയാണ്ട് വന്നു പോയത് പ്രഭു. ഹരേ കൃഷ്ണ. സൂപ്പർ മാജി, സൂപ്പർ സൂപ്പർ മാജി. അവിടുത്തെ രഥയാത്രയെ കുറിച്ച് എന്തെങ്കിലും കുറച്ച് കമന്റ്സ് പറയാമോ? സൗത്ത് വൃന്ദാവൻ അല്ലെ? സൗത്ത് വൃന്ദാവനിലല്ലേ മാജി പോയിരുന്നത്? അതെ അതെ, സൗത്ത് വൃന്ദാവൻ ഞങ്ങൾക്ക് പോവാൻ സാധിച്ചു. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ 3 മണിയായിട്ട് നമ്മൾ തുടങ്ങിയത് പ്രഭു. തുടങ്ങിയപ്പോ ഇതേപോലെ ബലരാമനെയും പ്രഭുവിനെ അറിയാവില്ല, എന്നാലും പ്രഭു ബലരാമനെ ആദ്യം കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് സുദർശന ചക്രം വെച്ചു, പിന്നെ ബലരാമൻ വന്നു, സുഭദ്രാമയി വന്നു, പിന്നെ ഭഗവാൻ കൃഷ്ണനെ എടുത്തോണ്ട് വന്ന് നിർത്തി. എന്നിട്ട് നമ്മള് പ്രഭു വീരകൃഷ്ണദാസ് പ്രഭുവിനെ അറിയുന്നു തോന്നുന്നു, ഇവിടുത്തെ കണ്ണൂരിലെ അല്ല, പ്രഭു എല്ലായിടത്തും ഉള്ളതാണ്. വീരദാസ് കൃഷ്ണദാസ് പ്രഭു ഉണ്ടായിരുന്നു, ആദിചന്ദ്ര ഗോവിന്ദാസ് പ്രഭു ഉണ്ടായിരുന്നു, പിന്നെ ഉദാരകീർത്തി പ്രഭു ആണല്ലോ അവിടുത്തെ ഇതായിട്ടുള്ളത്. പിന്നെ വേറെ കുറെ നമ്മുടെ രാജരാജേന്ദ്ര പ്രഭു ഉണ്ടായിരുന്നു, ഇവിടുത്തെ എന്താ പറയാ തൃശ്ശൂരെ ഇത്. അങ്ങനെ കുറെ മുതിർന്ന വൈഷ്ണവരെ കാണാൻ പറ്റി. അപ്പൊ ഞങ്ങള് ഇറങ്ങി പ്രഭു. ഇറങ്ങി കഴിഞ്ഞപ്പോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, സൂര്യൻ കറക്റ്റായിട്ട് നിന്ന്. പക്ഷെ ഒരു കാൽ ഭാഗം അങ്ങോട്ട് വന്നോട്ടുകൂടെ മഴ എന്ന് പറഞ്ഞാൽ കോരിച്ചൊരിയണ മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. ഒരു തരത്തിലും നമുക്ക് മാറി നിൽക്കാൻ പറ്റാത്ത വിധത്തില്, നടക്കാൻ പറ്റാത്ത വിധമായിരുന്നു. പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് മുഴുവനും ഒരു 5:30-6 മണിയായപ്പോഴേക്കും തിരിച്ചെത്തി. ഞങ്ങള് എല്ലാവരും എത്താൻ പറ്റി. പിന്നെ ഭഗവാനെയും ബലരാമനെയും എല്ലാവരെയും ഒരു സ്ഥലത്ത് വെച്ച് ഭഗവാനെല്ലാം എന്താ അപ്പൊ അതിലൊരു ഏറ്റവും നല്ലൊരു രസമായിട്ടുള്ളൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാനും ബലരാമനെയും സുഭദ്രാദേവിയും അകത്തേക്ക് കൊണ്ടുവന്നു. ഭഗവാനെ അകത്തേക്ക് കയറ്റിയില്ല, ഭഗവാനെ കയറ്റാണ്ട് വാതിലടച്ചു നിന്നു. അപ്പൊ എന്താ കാരണം എന്ന് വെച്ചാല് ലക്ഷ്മി ദേവി പിണങ്ങി നിൽക്കാണ്. അപ്പൊ ലക്ഷ്മി ദേവി പിണങ്ങി നിൽക്കുമ്പോ ഭഗവാൻ വന്നിട്ട് പറഞ്ഞു, ലക്ഷ്മി ദേവി വാതിൽ തുറക്കും, ഞാൻ അകത്തേക്ക് കയറട്ടേന്ന്. അപ്പൊ ലക്ഷ്മി ദേവി പറഞ്ഞു, ഇല്ല, നിങ്ങളെ ഞാൻ അകത്തേക്ക് കയറ്റില്ല, പുറത്ത് നിന്നാ മതിന്ന്.
അപ്പൊ ഭഗവാൻ ചോദിച്ചു, അതെന്താ എന്നെ മാത്രം കയറ്റാത്ത? ബലദേ ചേട്ടനെയും കയറ്റി സുഭദ്ര ദേവിയെയും കയറ്റിയില്ലോ, എന്നെയും കൂടെ കയറ്റേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ലക്ഷ്മി ദേവി പറഞ്ഞു, അത് ശരിയാവില്ല. കാരണം എന്താ വെച്ചാൽ ചേട്ടനാണല്ലോ, അതുകൊണ്ട് ഞാൻ ചേട്ടനെ കയറ്റിയതാണ്. പിന്നെ അനീതിയല്ലേ, ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് കൂടെ ഞാൻ കയറ്റിയതാണ്. പക്ഷെ നിങ്ങളെ ഞാൻ കയറ്റില്ല എന്ന് പറയും. അപ്പൊ തന്നെ കൃഷ്ണൻ ചോദിക്കും, അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. അപ്പൊ പറയും, സുഭദ്ര എന്ന് പറഞ്ഞത് കല്യാണം കഴിഞ്ഞ സ്ത്രീയല്ലേ, അപ്പൊ ആ സുഭദ്രയും കൊണ്ട് എങ്ങനെ പോവാൻ പാടുണ്ടായിരുന്നോ? എന്നിട്ട് എന്നെ കൂട്ടിയില്ലല്ലോ, അതാണ് എന്തൊരു ലക്ഷ്മി ദേവി പറയണത്. അപ്പൊ വേദന ഭഗവാൻ പറയാണ്, ഞാൻ കുറെ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ തരണ്ടേ ലക്ഷ്മിക്ക്, അതുകൊണ്ട് വാതില് തുറക്കൂ എന്ന് പറയും. അപ്പൊ പിന്നെ എല്ലാവരോടും പറയും, ഒന്ന് വാതില് തുറക്കൂ, ഭഗവാൻ കേറട്ടെ അകത്തേക്ക് എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും കൂടെ എന്താ പറയാ ആർപ്പുവിളിയെല്ലാം കൂടെ കൂട്ടിയിട്ട് ലക്ഷ്മി ദേവി വാതില് തുറന്ന് അകത്തേക്ക് കയറ്റി. അതൊരു വലിയൊരു അനുഭവമായിരുന്നു എനിക്ക്. കാരണം ചിലപ്പോൾ എനിക്ക് അത്രയും നേരം നിൽക്കാൻ പറ്റാറില്ല. അതങ്ങനെ ഭഗവാനെ അകത്തേക്ക് കയറ്റുന്നതും ലക്ഷ്മി ദേവി ആനയിക്കുന്നതും അവിടെ കൊണ്ടിരുത്തുന്നതും അത് ഭയങ്കര ഒരു നമുക്കത് കണ്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ട ഒരു ഇതായിരുന്നു. അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി. അങ്ങനെ ഭഗവാന്റെ ദർശനം, ആ ഒരു ഭഗവാന്റെ തമാശയും ആ ഇതെല്ലാം ആയിട്ട് ഹരേ കൃഷ്ണ പ്രഭു ഭയങ്കര നല്ലതായിരുന്നു. ഹരേ കൃഷ്ണ. മഴയാണ് കുറച്ച് പ്രശ്നമായത് എല്ലാവർക്കും നടക്കാൻ. പക്ഷെ അപ്പോഴേക്കും വാനൊക്കെ ഉണ്ടായിരുന്നു, അവര് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാനും കാറും. അപ്പൊ കുറെ പേരൊക്കെ വാനിലൊക്കെ കയറി നനഞ്ഞിട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം. എന്നിട്ട് അങ്ങനെ ആ പുറകിലുള്ള വാനിൽ കൂടെയാണ് ഞാനൊക്കെ അങ്ങനെ കയറേണ്ടി വന്നു. അങ്ങനെ വന്നു. ഹരേ കൃഷ്ണ. ഭയങ്കര നല്ല കീർത്തനായിരുന്നു. ഭയങ്കര ഹരേ നല്ല കൃഷ്ണ കീർത്തനം. മാതാജി, ഹീരപഞ്ചമിയുടെ അന്ന് തന്നെ നടത്തിയോ മാതാജി? ഹീരപഞ്ചമി അപ്പൊ തന്നെ നടത്തി ഇല്ലേ? ഇത് ആ രണ്ടു അതെ 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 അതെ. രണ്ടു ഹരപഞ്ചമി. കൂടെ വഴക്കിട്ടോ മാതാജി? രണ്ട് ഗ്രൂപ്പും തമ്മിൽ വഴക്കിട്ടോ? ഹരേ കൃഷ്ണ. അതുണ്ടായിരുന്നു അന്ന് തന്നെ നടത്തി. കാരണം എല്ലാവരും എപ്പോഴും വരാൻ പറ്റില്ലല്ലോ മാതാജി, അവിടെ വരെ എത്താൻ അതെ. ബുദ്ധിമുട്ടായിരിക്കില്ല, അത് തോന്നണു. പിന്നെ എല്ലായിടത്തുനിന്നും ഭക്തന്മാരുണ്ടായിരുന്നു, കണ്ണൂരിൽ നിന്നുണ്ടായിരുന്നു, കോഴിക്കോട് നിന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഭക്തന്മാരെല്ലാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ മഴയുടെ ഒരു ചെറിയ ബുദ്ധിമുട്ട്, പ്രസാദാണെങ്കിലും നല്ല പ്രസാദമായിരുന്നു എല്ലാവർക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്ദി മാജി, നന്ദി. എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു മാജി രഥയാത്ര? രഥയാത്ര അത് എത്ര 10-20 കിലോമീറ്റർ ഉണ്ടെന്നാ പറഞ്ഞെന്ന് തോന്നുന്നു. എനിക്ക് അത്രയ്ക്കില്ല. അത്ര എന്തായാലും കാണത്തില്ല മാജിക്ക്, അതിന്റെ കണക്ക് അറിയില്ലാത്തോണ്ടാണ്. 20 അന്ന് കിലോമീറ്റർ എനിക്ക് അറിയില്ല. ആ 10 കിലോമീറ്റർ ഉണ്ടെന്നോ ഉണ്ട് കേട്ടോ മിനിമം. അത്ര വരില്ല മാജി. അല്ല, എങ്ങനെയാണെന്നറിയോ പ്രഭു, അത് തുടങ്ങിയിട്ട് റോട്ടിൽ കൂടെ വന്നേ. കൈപ്പറമ്പിലേക്ക് കയറാൻ തന്നെ നല്ല ദൂരമുണ്ട്. പ്രഭു പോയിട്ടുണ്ട് അവിടെ? ഞാന് ഇതിനു മുമ്പുള്ള രഥയാത്ര പങ്കെടുത്തിട്ടുണ്ട്. അല്ല, കൈപ്പറമ്പിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ബസ് ഇറങ്ങിയാൽ തന്നെ നമുക്ക് ഈ അമ്പലത്തിലേക്ക് പോകാൻ കുറെ ദൂരമുണ്ട്. അപ്പൊ അവിടെ നിന്ന് തിരിച്ച് വേറൊരു വഴി കൂടെ വന്ന് റോഡ് വഴി ചുറ്റി അങ്ങനെ എന്നോടൊരു മാതാജി എത്ര ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു മാജി? ഓക്കെ, എത്ര ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു മാജി എല്ലാരും കൂടെ? അത്ര എനിക്ക് അറിയില്ല. എന്നാലും എന്റെ ഒരു കണക്ക് പ്രകാരം 500 കൂടുതലൊക്കെ ഉണ്ട് പ്രഭു. ഒരു 10,000, ഒരു 500, 1000 പേരെങ്കിലും ഉണ്ടാവണം. പിന്നെ മഴ കാരണം കുറെ പേര് പോയി. ഇതിൽ നടക്കാനൊന്നും അത്ര പേരൊന്നും ഉണ്ടായിരുന്നില്ല. നടക്കാനൊരു 300-400 പേരൊക്കെ ഉണ്ടായിരുന്നു. അത്ര. അതും അതിന്റെ ഇടയിൽ കുറെ പേര് പോയി, മഴ കാരണേ ആർക്കും നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. മാതാജിയുടെ സ്ഥലം എവിടെയാണ്? ഞങ്ങൾ കൊടുങ്ങല്ലൂര് പ്രഭു. കൊടുങ്ങല്ലൂരിന്ന് ഈ സ്ഥലം വരെ എത്ര ദൂരമുണ്ട് മാജി? ഇവിടുന്ന് എത്ര ദൂരമുണ്ട് സൗത്ത് വൃന്ദാവൻ വരെ? 50 കിലോമീറ്റർ ഉണ്ട് പ്രഭു. ഓക്കെ, വളരെ സന്തോഷം മാജി. നല്ല ഒരു എക്സ്പീരിയൻസ് മാജി ഷെയർ ചെയ്തു രഥയാത്രയായിട്ട് ബന്ധപ്പെട്ട്. വളരെ നന്ദി. താങ്ക് യു മാജി. ഡ്യൂട്ടീസിനെ ആർക്കെങ്കിലും മാജി ഡൗട്ട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. മാജി ഭക്തിശാസ്ത്രി കഴിഞ്ഞ മാതാജിയാണ്. റീസെന്റ് മാതാജി ഭക്തിശാസ്ത്രി കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ വളരെ ആധികാരികമായിട്ട് ഭഗവത്ഗീതയെ കുറിച്ചും ഭക്തിരസാമൃത സിന്ധുവിനെ കുറിച്ചും അതുപോലെ തന്നെ ഉപദേശാമൃതം, ഈശോപനിഷത്തിനെ കുറിച്ചൊക്കെ മാതാജി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. മാതാജിയുടെ കൂടെ എന്ത് ഡൗട്ടും നമുക്ക് ദയവായി ചോദിക്കാവുന്നതാണ്. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ അടുത്ത പ്രാവശ്യം കുറച്ച് ഹരേ കൃഷ്ണ. ഇവിടെ ഭയങ്കര മഴ കൊണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. നന്നായിരുന്നു മാജി, നന്നായി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാ ഡോട്ടീസിന്റെയും ശ്രദ്ധയ്ക്ക് ഒരു ചെറിയൊരു അനൗൺസ്മെന്റ് ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സും അതേപോലെ തന്നെ വൈകുന്നേരം ചൈതന്യ ചരിതാമൃതം ക്ലാസ്സും ഞായറാഴ്ച ഒഴിച്ചുള്ള ദിവസങ്ങളിൽ ഭക്തജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് രാവിലെ വരുന്ന ഭക്തന്മാര് വൈകുന്നേരം കൂടെ വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
അതേപോലെ തന്നെ ഈ സൂം ക്ലാസ് നമ്മൾ എവിടെ ഇരുന്നാലും നമുക്ക് കയറാവുന്നതായതുകൊണ്ട് നമ്മൾ പ്രീച്ച് ചെയ്യുന്ന ഓരോ ഡിവോട്ടീസിനും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രീച്ച് ചെയ്യുന്ന ഡിവോട്ടീസിനെ റെഗുലർ ഭാഗവതം ക്ലാസ്സിനും റെഗുലർ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിനും നമ്മൾ ഓരോരുത്തരും ഇൻവൈറ്റ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓരോ ഡിവോട്ടീസും ഒരു പുതിയ 5 പേരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അവരും റെഗുലറായിട്ട് ശ്രീമദ് ഭാഗവതവും ചൈതന്യ ചരിതാമൃതവും കേൾക്കുകയാണെങ്കിൽ നാളെ വലിയൊരു ഡിവോട്ടിയായി മാറുന്നതാണ്. അതുകൊണ്ട് ഓരോരുത്തരും മിനിമം ഒരു 5 പേരെയെങ്കിലും പുതിയതായിട്ട് ദയവായി ഭാഗവതം ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പുതിയ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും. താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പോൾ വന്നു ചേർന്ന എല്ലാവർക്കും പ്രണാം. പ്രഭു ചിലപ്പോഴുണ്ടല്ലോ മഴ കാരണമായിരിക്കും കേട്ടോ ആൾക്കാർ കുറഞ്ഞത്. കാരണം പലയിടത്തും ഈ ഇന്റർനെറ്റിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അതായിരിക്കാം. അതെ, തീർച്ചയായും. അത് മാത്രമല്ല, രഥയാത്രയുടെ ക്ഷീണമൊക്കെ ഉണ്ടാവും, സർവീസുകൾ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ട്. രഥയാത്ര കഴിഞ്ഞ് 2 ദിവസം അല്പം കുറവായി, പിന്നെ കൂടും. താങ്ക് യു മാഡം. ഹരേ കൃഷ്ണ. പ്രഭു, എനിക്ക് ഈ രഥയാത്രയോട് അനുബന്ധിച്ചിട്ട് എനിക്ക് നല്ലൊരു താങ്ക്സ് പറയണം പ്രഭു. എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഭഗവാനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയത്. അതൊരു വലിയൊരു അനുഭൂതിയായിരുന്നു എനിക്കത്. ഇതേവരെ ഞാൻ അതൊന്നും അനുഭവിച്ചിട്ടില്ല. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. സൂപ്പർ. ഹരേ കൃഷ്ണ മാജി. ഹലോ മാതാജി, ഇപ്പൊ തിരുവനന്തപുരം രഥയാത്രയിൽ പങ്കെടുത്തു അല്ലേ? അതെ പ്രഭു. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. എനിക്കിത് ആദ്യത്തെ അനുഭവമായിരുന്നു. വളരെ സന്തോഷം, വളരെ സന്തോഷം, വളരെ സന്തോഷം. സ്വാഗതം. പരമാനന്ദ പ്രഭു പറഞ്ഞാൽ. അല്ല, മാതാജിയുടെ ക്ലാസ്സിനെ കുറിച്ച് പറയൂ പ്രഭു. പാട്ട് കേൾക്കുന്ന പോലെ എന്ത് നന്നായിരുന്നു അറിയാം. ഭയങ്കര ഫ്ലോ ആയിരുന്നു, ഭയങ്കര ആസ്വദിച്ച് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. നല്ല ക്ലാസ് മാജി, നല്ല റിയലൈസേഷൻ ആണ്, നല്ല ഫ്ലോ ആണ് മാജി ക്ലാസ് കേൾക്കാൻ. ഭഗവാന്റെ കാരുണ്യല്ലേ പ്രഭു. പിന്നെ നിങ്ങളെ പോലെ ഭക്തന്മാരുടെ ഇപ്പൊ കഥാമൃത പ്രഭു എനിക്കൊരു എന്താ പറയാ, ശരിക്കും ഒരു അനുഗ്രഹം തന്ന പോലെ തന്നെയല്ലേ. അല്ലെങ്കിൽ അറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. ഹരേ കൃഷ്ണ. പ്രഭുവിനും മാതാജിക്ക് പ്രണാമങ്ങള്, എല്ലാവർക്കും പ്രണാമങ്ങൾ. ഹരേ കൃഷ്ണ. നന്ദി മാജി, വളരുന്നു. ധന്യവാദം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.